ഇവിടെയൊക്കെ പ്രശ്നം എന്താണ് സത്യത്തില്? അല്ലെങ്കിൽ ഒരു പണിയായി. സെപ്പറേറ്റ് ലേഡീസിന് മാത്രമായിട്ട് വുമണിന് മാത്രമായിട്ട് ഒരു ബസ് അങ്ങട് ഇറക്കുക. അതാ ആണുങ്ങൾ കേറൂലല്ലോ. ഇത് ഈ പറഞ്ഞ പോലെ ബസ്സിൽ ഒരു ആണ് കേറി കഴിഞ്ഞാ ഒരു ഫോണും പൊക്കി പിടിക്കും. 3ഓ 4 പേര് ഇതേപോലെ എടുക്കും. ആ ഫോട്ടോയും കൂടി ബ്ലർ ചെയ്യാണ്ട് ഇങ്ങനെയും കുറെ മനുഷ്യരെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ. അതീന്ന് നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്? ആ ഒരു വ്യക്തിയുടെ ആ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് കറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് മറ്റുള്ളവർ എല്ലാവരുടെയും ചിന്താഗതി ഒരുപോലെ ആവണമെന്നില്ല നമുക്ക്. പല ആൾക്കാരും പല രീതിയിൽ ചിന്തിക്കും. ഇനി ചിലവര് പറയും മോശമായിട്ട് ആ ഒരു വ്യക്തി ആ ഒരു ഈ കണ്ട ലേഡീസിന് അല്ലെങ്കിൽ ഈ കുട്ടികളോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കമന്റ് ബോക്സും ഓഫ് ചെയ്തിട്ട് ഒരു ബിജിഎം ഇട്ടിട്ട് ഒരു ക്യാപ്ഷനും ഇട്ടുണ്ട് ഒരു പോക്ക്. മറ്റുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ആ പുള്ളീനെ ഒരു കുറ്റവാളിയായിട്ടോ അല്ലെങ്കിൽ മോശക്കാരനായിട്ടോ ചിത്രീകരിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരെണ്ണമല്ല ട്ടോ. ഇവരുടെ പ്രൊഫൈൽ എടുത്തതിനെ ബസ്സിൽ കയറുന്നു, ഭായിമാരുടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അത് എന്നും ഒരു ക്യാപ്ഷൻ ഇടുന്നു, ഒരു ബിജിഎം ഇടുന്നു, ഇട്ടു പോകുന്നു. ഇവരെയൊക്കെ വിഷയം എന്താണെന്ന് പറഞ്ഞേ നിങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ഫേസ് വെറുതെ ബാക്കിലാണ് നോക്കി, അതും സൂം ചെയ്ത് കാണിച്ച് ബ്ലറും ചെയ്യാണ്ട് ഒരു ക്യാപ്ഷൻ. അല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ സത്യത്തില്? അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ബസ്സിൽ എല്ലാവർക്കും യാത്രക്കാരാണ്. എല്ലാവർക്കും കയറാനുള്ള അവകാശവും അധികാരവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ബസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അല്ലെങ്കിൽ വല്ല വണ്ടി മേടിച്ച് സെപ്പറേറ്റ് പോകുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ മോശക്കാരാക്കണമെന്ന് തീരുമാനിച്ച് ബസ്സിൽ കയറി ക്യാമറയും പൊക്കിപ്പിടിച്ച് എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ സാമാനം. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് ചിന്തിക്കുക.